തിരുവനന്തപുരം വർക്കലയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 5 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വെട്ടൂർ സ്വദേശികളായ ഷഹീർ ആമിന ദമ്പതികളുടെ മകൾ കൻസയ്ക്കാണ് കടിയേറ്റത്. കുട്ടിയുടെ മുഖത്തും കാലിനും പരിക്കേറ്റു. നീചമായ നിലയിൽ കടിച്ച് പറിച്ചു കളഞ്ഞു കൊച്ചിന്റെ വായും ചുണ്ടും കവിളും അതുപോലെ തന്നെ തുടയും ഒക്കെ കടിച്ച് ഇല്ലാതാക്കി. അത് ഇവിടെ ഈ സൈഡിൽ വെക്കുന്ന വൃക്ഷങ്ങളും മരങ്ങളും മറ്റും ഒക്കെ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. കൊച്ചു കുട്ടികൾ ഇതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വേറൊരു കൊച്ചിനെ കടിച്ചു വലിച്ച നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ വന്നാൽ ഈ കൊച്ചു കുട്ടികളുടെ അവസ്ഥ എന്താവും? ഇതൊക്കെ ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനിയും ഇരയായിക്കൊണ്ടേയിരിക്കും. സഫാൻ VP ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. സഫാൻ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള തെരുവുനായ ആക്രമണം പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എപ്പോഴായിരുന്നു അപകടം? ആരതി, ഇന്നലെ രാവിലെയായിരുന്നു വർക്കല വെട്ടൂരിൽ ഇങ്ങനെയൊരു തെരുവുനായ ആക്രമണം നടക്കുന്നത്. ഈ കുട്ടി മദ്രസയിൽ നിന്ന് രാവിലെ മടങ്ങി വരുന്ന വഴിയാണ് തെരുവുനായയുടെ ആക്രമണം ഏൽക്കുന്നത്. കുട്ടിയുടെ മുഖത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്, കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണ് ഈ നാട്ടുകാരും മറ്റും കുട്ടിയെ രക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ വർക്കലയിലെ താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. ഇപ്പോൾ കുട്ടിയെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്തും കാലിനും ഗുരുതരമായി തന്നെ മുറിവ് പറ്റിയ നിലയിലുണ്ട്. ഈ തെരുവുനായയുടെ ഭീതിതമായ ആക്രമണം ഏറ്റതിൻ്റെ പാടുകൾ ശരീരമാസകലമുണ്ട്. ഈ പ്രദേശത്ത് വെട്ടൂർ അടക്കമുള്ള പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ ഇത്തരത്തിലൊരു സംഭവം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു പരാതികൾക്കിടയിലാണ് 5 വയസ്സുകാരിക്കെതിരെ വെട്ടൂർ സ്വദേശികളായ ആമിന ഷഹീർ ദമ്പതികളായ കൻസയ്ക്ക് ഇത്തരത്തിലൊരു ആക്രമണമേറ്റത്. കുട്ടിയുടെ മുഖത്തും കാലിലും ഗുരുതരമായി തന്നെ ഇപ്പോൾ മുറിവുകളൊക്കെ പറ്റിയ നിലയിലാണ്. ഏതായാലും കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരതി. സഫൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ തെരുവുനായ ആക്രമണം പതിവ് കാഴ്ചയാണ്. ഈ അടുത്തിടെയായി വർക്കലയിൽ തന്നെ വിദേശ വനിതയ്ക്ക് നായയുടെ കടിയേറ്റു. അതുപോലെ തന്നെ കുട്ടികളെ നായ ആക്രമിക്കുന്നു. കോടതി തെരുവുനായ വിഷയത്തിൽ ഇടപെടുന്നു. ഇതൊക്കെ ആയിട്ടും തെരുവുനായ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അധികൃതർ ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയത്ത് നടക്കാനിറങ്ങിയ 5 പേർക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ആരതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിദേശ വനിതയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ നിരന്തര വാർത്തകൾ തെരുവുനായുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ ABC കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സാങ്കേതികത്വമാണ് ഇതിലുള്ള പ്രായോഗിക നടപടി എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടക്കുന്ന പശ്ചാത്തലത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയായി, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രചാരണം വിഷയം തന്നെ ആയി തെരുവുനായ വിഷയം മാറ്റുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ വലിയ രീതിയിൽ പ്രചാരണത്തിൻ്റെ 3 മുന്നണികളുടെയും പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് വരുന്നത് തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, മുന്നണികൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളാണ് 3 മുന്നണികളും നേരിടുന്നത്. ആ അർത്ഥത്തിൽ ജനജീവിതത്തെ മാറുന്ന ഒരു വിഷയമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തെരുവുനായ ശല്യവും അല്ലെങ്കിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. അതിനിടയിലാണ് ഈ കൊച്ചു കുട്ടിക്ക് 5 വയസ്സുകാരിക്ക് വർക്കല വെട്ടൂരിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത വരുന്നതും കുഞ്ഞിൻ്റെ മുഖത്തടക്കം പരിക്കേറ്റ ഒരു സാഹചര്യത്തിൽ അപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആരതി.